भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु वद्येषु नित्यं भागवत सेवया वदुमतेरुत्तमश्लोके भक्तिर्भवति। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय श्रीगोविन्दाय नमो। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण। മാതാജി ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നമ്മള് ചൈതന്യ ചരിതാമൃതമാദിയില ചാപ്റ്റർ 7 ശ്ലോക സംഖ്യ 73 നോക്കാം. എത്ര പറ്റുമോ അത്ര നോക്കിയേക്കാം. എനിക്ക് തോന്നുന്നില്ല 2-3 പറ്റുള്ളൂ എന്ന് തോന്നണേ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല, നാമപ്രഭുവിനെ കുറിച്ച് വളരെ കൂടുതലായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് വിവരിച്ചിരിക്കുന്നു ഒരധ്യായമാണ്. കൃഷ്ണ മന്ത്ര ഹൈതേ ഹബേ സംസാര മോചന, കൃഷ്ണ നാമ ഹൈതേ പാപേ കൃഷ്ണേര ചരണ. കൃഷ്ണ മന്ത്ര ഹൈതേ ഹബേ സംസാര മോചന, കൃഷ്ണ നാമ ഹൈതേ പാപേ കൃഷ്ണേര. ഇതില് ട്രാൻസ്ലേഷൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ ലളിതമായിട്ട് നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് ഭൗതിക ലോകത്തിൽ നിന്നും മുക്തി ലഭിക്കും. അത് മാത്രമല്ല, ഈ വ്യക്തിക്ക് ഭഗവാന്റെ പാതാരവിന്ദം കാണാൻ ഒരു ചാൻസും കിട്ടുന്നു. കൃഷ്ണേരെ നാമ ഹൈതേ പാപേ കൃഷ്ണേരെ ചരണ. അപ്പൊ ഈ നാമജപം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പവർഫുൾ ആയിട്ടുള്ള നാമജപം പല വിധത്തിലുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും, ഞാൻ അതുല്യ പ്രഭുവിനെ അതേമാതിരി ഇനീഷ്യേറ്റഡ് ആണ്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞിരിക്കുമെങ്കിൽ കൂടി എന്റെ ചെറിയ അറിവിൽ നിന്ന് ഞാൻ ഇതൊന്ന് പറയാൻ ശ്രമിക്കാം. ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരാണോ നാമം ജപിക്കുന്നത് അവര്, അതായത് ഭഗവാനെ കുറിച്ചിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ച് ഭഗവാന്റെ നാമം ജപിക്കുന്നവര് വളരെ പെട്ടെന്ന് തന്നെ മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ സേവനത്തിലാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കാം പ്രഭു. ഓക്കെ ഓക്കെ പ്രഭു, എന്നെ സ്പോട്ട്ലൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, താങ്ക് യു പ്രഭു. അതായത്
ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാശയ എന്താ പറയുന്നത് കഴിഞ്ഞാല്, നമ്മൾ നാമം ജപിക്കുന്നതിന്റെ ആ തീവ്രത അനുസരിച്ച് ആ എഫക്റ്റ് നമുക്ക് വിസിബിൾ ആവും. അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് കാണാൻ സാധിക്കുന്നത്? ആ വ്യക്തി ആരാണോ നാമം ജപിക്കുന്നത്, അതായത് തീവ്രതയോട് കൂടിയിട്ട് കേട്ടോ. നാമജപം പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നാമജപം തീവ്രമായിട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നാമജപ, അതായത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ മായയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവാന്റെ പാദങ്ങളിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തന്റെ സേവനം അനുഷ്ഠിക്കാൻ പ്രാപ്തനാവും എന്നാണ് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക്. കാരണം നാമജപം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നാമം പതുക്കെ പതുക്കെ ജപിക്കുന്നതിന്റെ ഫലമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഭഗവത് സിദ്ധി ഉണ്ടാവും നാമം ജപിക്കും. ഭഗവാൻ പതുക്കെ പതുക്കെ നമ്മള് കാതിലൂടെ ഭഗവാന്റെ നാമം കേൾക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ പതുക്കെ കാത് വഴി നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ഹൃദയ കമലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ ഹൃദയത്തിനെ എന്ത് ചെയ്യുകയാണ്? ക്ലീൻ ചെയ്യുന്നു. ധുനോതി ശമലം കൃഷ്ണ. ധുനോതി എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലീൻ ചെയ്യും. ദോന എന്ന് പറയും. ഹിന്ദിയിൽ ദോന എന്ന് പറഞ്ഞാല് അലക്കുക, ക്ലീൻ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ നമ്മുടെ കർമ്മരന്ധ്രങ്ങളിലൂടെ പതുക്കെ നമ്മുടെ കർമ്മരന്ധ്രങ്ങളിൽ നമ്മൾ നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട്, നാമജപം നോർമൽ നാമജപമല്ല, നാമജപം തീവ്രതയോടുകൂടി. ഭാനുസ്വാമി, ഹിസോളിനസ് ഭാനുസ്വാമി മഹാരാജ് ഇന്ന് രാവിലെ കൂടി ലെക്ചർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നാമജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഭക്തിയില് നവവിധ ഭക്തികളുണ്ട്, ഇല്ല എന്നല്ല. നവവിധ ഭക്തിയില് ഇമ്പോർട്ടന്റ് ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാമജപത്തിനാണ്. അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കേൾക്കുന്നതല്ല. നമ്മൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലി അത് നമ്മൾ കേട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് മറ്റ് പ്രോസസ്സുകളെല്ലാം, ഇനിയിപ്പോ നമ്മൾ അഷ്ടാംഗ യോഗയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ധ്യാനയോഗിയോ അഷ്ടാംഗ യോഗ, ഇതൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് സമയം ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഭക്തിയോഗ ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ട് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും. ഈ ഭഗവത് സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാല്, അതായത് തീവ്രമായിട്ടുള്ള ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ പേരിന് വേണ്ടിയിട്ട് ഭക്തി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫലമില്ല. തീർച്ചയായിട്ടും ഫലമുണ്ട്. അജാമിളന്റെ കാര്യം നോക്കാം നമുക്ക്. അജാമിളൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ മകന് നാരായണ എന്ന് പേര് വെച്ചു. നാരായണ എന്ന് പേര് വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ യമകിങ്കരന്മാരെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് ഭയന്നുകൊണ്ട് നാരായണനെ വിളിച്ചു, തന്റെ മകനെ വിളിച്ചു, അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അവിടെ ഭഗവാന്റെ പാർഷദന്മാർ വരികയും ഈ യമകിങ്കരന്മാരിൽ നിന്ന് അജാമിളൻ രക്ഷിക്കുകയും ചെയ്തു. നാമത്തിന്റെ മഹിമയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മള് അജാമിള ചെയ്യാത്ത പാപങ്ങളില്ല. അജാമിളൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ അജാമിളൻ അദ്ദേഹത്തിന്
യമകിങ്കരന്മാര് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ കണക്ക് നോക്കിയിട്ട് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ആ പാപഫലങ്ങൾ അനുഭവിച്ചേ മതിയാവും. അതിനു വേണ്ടിയിട്ടാണ് അവര് അജാമിളന്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ അവിടെ വിഷ്ണുദൂതന്മാര് അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പാർഷദന്മാര് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ മൂഢന്മാരായിട്ടുള്ള യമകിങ്കരന്മാരെ, അജാമിളൻ ഇദ്ദേഹം മഹത്തായ കർമ്മം ചെയ്തിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ധർമ്മം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എന്താണ് നമ്മുടെ ധർമ്മം? നമ്മളെല്ലാവരും ധർമ്മം ചെയ്യുന്നവരാണ്. എന്താണ് നമ്മുടെ ധർമ്മം? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ ധർമ്മം. ഇവിടെ അജാമിളൻ ഭഗവാന്റെ തിരുനാമം ജപിച്ചു. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മമാണ്. അവർക്കറിയാം, അതായത് അജാമിളൻ ഭഗവാന്റെ തിരുനാമം ചൊല്ലുമ്പോൾ ഈ തിരുനാമം ചൊല്ലിയത് ഫുൾ കോൺഷ്യസോട് കൂടിയിട്ടൊന്നല്ല, കൃഷ്ണാവബോധത്തോട് കൂടിയിട്ടൊന്നല്ല അത് ചൊല്ലിയത്. എന്നിട്ട് പോലും അജാമിളന് എന്ത് കിട്ടുകയാണ്? പാപമോ, അതായത് സകല പാപങ്ങളും ഇല്ലാതെ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയാണ്. ഈ യമകിങ്കരന്മാര് പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഞങ്ങളെ യഥാർത്ഥത്തിൽ യോഗ്യന്മാര്. എന്തിനാണ് ഞങ്ങളിൽ നിന്നും അജാമിളനെ കൊണ്ടുപോകുന്നത്? അപ്പൊ ഈ അജാമിളനെ കൊണ്ടുപോകാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അജാമിളൻ ഭഗവാന്റെ തിരുനാമം ചൊല്ലി, അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമം ചൊല്ലിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യമുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, ചൈതന്യചരിതാമൃതം വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, മറ്റു ശീലപ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇതിലെല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ശീലപ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ മുൻകാല ആചാര്യന്മാരുടെ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ മുൻകാല ആചാര്യന്മാർ എന്ത് ഇൻസ്ട്രക്ഷനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നതെന്ന്. അതായത് നാമം ജപിക്കുന്നത് നമ്മളതിനെ കളിയാക്കിയിട്ടോ, നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട് പോകുന്നവര്, ചിലവര് കണ്ടാ പറയും, കണ്ടില്ലേ ഹരേ കൃഷ്ണ ആളുകൾ പോകുന്നു. ചിലവര് കണ്ടില്ലേ കുടുങ്ങി വെച്ച ഒരാൾ പോകുന്നു. ചിലവര് പറയും, കണ്ടില്ലേ പഞ്ചകച്ച കൊടുത്തിട്ട് ഒരാൾ പോകുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടോ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളോട് നമ്മളെ കുറിച്ച് പറയുമ്പോഴും ആ ഫലം, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം അവർ ചൊല്ലുമ്പോൾ, ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ അതിനൊരു ഫലം അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അവർ കളിയാക്കാൻ വേണ്ടിയിട്ടായിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടായിട്ടോ, പക്ഷെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് ഫലം. അതാണ് ഇവിടെ പറയുന്നത്. ചൈതന്യ മഹാപ്രഭു വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. 76, ഇതിപ്പോ നമ്മൾ 73-ലാണ്, 74, 75, 76. ഈ 76-ാമത്തെ ശ്ലോകത്തില് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അതായത് ചൈതന്യ മഹാപ്രഭു അല്ല, അത് ശാസ്ത്രത്തിൽ നിന്നും അദ്ദേഹം കോട്ട് ചെയ്ത് പറയുന്നതാണ്. ഹരേർനാമ 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 ഇവ കേവലം ഖലോ നാസ്ത്യവ 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 ഗതിരന്യത. ഈ കലിയുഗത്തില് ഭഗവാന്റെ തിരുനാമമല്ലാതെ, ഭഗവാന്റെ തിരുനാമം ഹരേർനാമ 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 ഇവ കേവലം ഖലോ നാസ്ത്യവ നാസ്ത്യവ. കലിയുഗത്തില് ഭഗവാന്റെ തിരുനാമം മാത്രമേ നമ്മൾ സംരക്ഷിക്കൂ, വേറെ ഒന്നും നമ്മൾ സംരക്ഷിക്കും. അപ്പൊ ഇവിടെ അജാമിളന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വിചാരിക്കുന്നതായിരിക്കും, നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അജാമിളന് ഇമ്മീഡിയറ്റ് ആയിട്ട് മോക്ഷം കിട്ടി. പിന്നെ നമ്മുടെ കാര്യം എന്ത്? നമ്മളിപ്പോ ഡെയിലി 16 മാല ജപിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിന് യോഗ്യരാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടായേക്കും. പക്ഷെ ഭക്തജനങ്ങളെ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
നാമാപരാധ യുക്താനാം നാമാന്യേവ ഹരന്ത്യകം അവിശ്രാന്തി പ്രയുക്താനി താനേവ തത്കരാനി. പത്മപുരാണത്തിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമാപരാധ യുക്താണ്, നാമാപരാധം ഇല്ലാതെ നാമം ജപിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുന്നുള്ളൂ, ഭഗവത് സാക്ഷാത്കാരം കിട്ടുന്നുള്ളൂ. അജാമിളൻ എന്ന് പറഞ്ഞ വ്യക്തി നാമാപരാധം ചെയ്തിട്ടില്ല. ഈ നാമാപരാധം ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ എന്തുണ്ടായത്, ഭഗവത് സാക്ഷാത്കാരം കിട്ടിയത്. നാരായണ എന്ന് അറിയാതെ ഭഗവാന്റെ നാമം വിളിച്ചതിന്റെ ഫലമായിട്ട് പോലും, അതായത് ഭഗവാന്റെ നാമം അറിയാതെ വിളിച്ചിട്ട് പോലും അജാമിളന് എന്തുണ്ടായി, അദ്ദേഹത്തിന് ഭഗവത് സാക്ഷാത്കാരമുണ്ട്. അതുണ്ടാവാൻ കാരണം എന്താണ്? അദ്ദേഹം നാമാപരാധമില്ലാതെയാണ് വിളിച്ചത്. ഈ നാമം ജപിക്കുന്നത് 3 തരത്തിലാണ്. നിങ്ങളത് കേട്ടിരിക്കും. എന്തൊക്കെയാണത്? 3 നാമാപരാധം നമ്മൾ പറയുന്നുണ്ട്. നാമാപരാധം ഒന്നെന്താണ്? അപരാധത്തോടു കൂടി നാമം ജപിക്കും. മറ്റൊന്ന് നാമാഭാസം, മൂന്നാമത്തത് ശുദ്ധനാമം. അപ്പൊ ഈ നാമാപരാധമില്ലാതെ, ഈവൻ നാമാഭാസയിൽ കൂടെ നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം ലഭിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. നാമാപരാധമുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നേരെ മറിച്ച് നാമാഭാസയിൽ നമ്മൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. പിന്നെ ശുദ്ധനാമത്തിൽ പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സാധന ഭക്തന്മാരാണ്. പിന്നെ നമ്മൾ സാധന ചെയ്തുകൊണ്ട് ഭഗവാനെ നാമം രാവിലെ മംഗളാരതി ചെയ്ത്, തുളസി ആരതി ചെയ്ത്, നൃസിംഹാരതി ചെയ്ത്, 10 അപരാധങ്ങൾ പറഞ്ഞ് ശിക്ഷാഷ്ടകം ചൊല്ലി, ഭഗവാന്റെ തിരുനാമം ചൊല്ലി, 16 മാലയും കഴിച്ച് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ എന്തേ നമുക്ക് മാത്രം മാറ്റങ്ങൾ? എന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രേമ വരാത്തത്? നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നയനം ഗളതശ്രുതാരയാവതനം ഗത്തതയാക്കിന തുളകയർണിച്ചിതം ഭൂക്കഥാസവനാണ്. എന്തേ നമ്മളിൽ അത് ഉണ്ടാവാത്തത്? ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ തിരുനാമം കേട്ടുകഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നാമം? ശരി, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആക്ടിങ് ചെയ്യേണ്ട ആവശ്യം. ചിലവരൊക്കെ ആക്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് ജഗന്നാഥപുരിയിലാണ്, അല്ല, ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഭക്തൻ വന്നിട്ട് എന്ത് ചെയ്യാണ്? ട്രാൻസ്സെൻഡന്റൽ ക്വാളിറ്റീസ് കാണിക്കുക. അതായത് അദ്ദേഹം എന്താണ്, ഈ ഭക്തന്മാര് സമാധിയിൽ പോകാറുണ്ട്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഗോർ ഗോവിന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു മഹാരാജ് ഉണ്ടായിരുന്നു. ഭുവനേശ്വറിലെ ശിരഭുവാദിന്റെ ഡിസൈപ്പിളാണ്. അദ്ദേഹം ഭഗവാന്റെ ലീല പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സമാധിയിലായി. ഈ സമാധിയിലായിട്ടുള്ള
അതായത് അദ്ദേഹം സമാധിയിൽ പോയി കഴിഞ്ഞാൽ ഭക്തന്മാർ എന്ത് ചെയ്യും? അവിടെ നിന്നുകൊണ്ട് മൈൽഡായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ത് പ്ലേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാടിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് ട്രാൻസെൻഡന്റൽ അല്ലെങ്കിൽ അതീന്ദ്രിയ അവസ്ഥ എന്നത്. ട്രാൻസെൻഡന്റൽ. ഈ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ആ സിംറ്റംസ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. അതായത് ഹരേ കൃഷ്ണ എന്ന് കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന മാത്രയില് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി. നമ്മുടെ ശബ്ദം ചോക്ക് ചെയ്യണം. നമ്മുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വെളിയിൽ വരാൻ സാധ്യമല്ല. അങ്ങനെ ആയിരിക്കും. അതേമാതിരി നമ്മുടെ ശരീരം പുളകം കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് ആ ഒരു അവസ്ഥ ഓരോരോ ഭക്തന്മാരും എക്സ്പീരിയൻസ് ചെയ്യണം. അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശുദ്ധനാമം ചൊല്ലാൻ ശ്രമിക്കും. ഈ ശുദ്ധനാമം ചൊല്ലാൻ ശ്രമിക്കുന്ന മാത്രയില് തീർച്ചയായിട്ടും നമ്മളിലും ആ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. അതായത് കൃഷ്ണനാമ ഹൈത്തെ പാപി കൃഷ്ണേരെ. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? അത് ഭക്തി സിദ്ധാന്ത സരസ്വതി കാപ്പൂർ പറയുന്നുണ്ട്. നമ്മള് ഭഗവത് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സംസാര ബന്ധനത്തിൽ നിന്നും മോചിതരാണ്. അതായത് ഈ ഭൗതിക ലോകവുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ വിച്ഛേദിക്കപ്പെടുകയാണ്. ആ സംസാര സാഗരവുമായിട്ട് അല്ലെങ്കിൽ ഭൗതിക ലോകവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ളൊരു അവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് വരുന്നതും ശബ്ദം വിറയ്ക്കുന്നതും ശരീരം വിറയ്ക്കുന്നതുമല്ല. ഈ അവസ്ഥയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകും. ആ ഒരു അവസ്ഥയാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഉത്തമ ഭക്തന്മാരാകുമ്പോൾ നല്ല വൈറ്റ് കളറുള്ള കുർത്ത, വൈറ്റ് കളറുള്ള ഡ്രസ് എപ്പോഴും കഴുകി തേച്ച് ഇട്ട് വന്നത് കൊണ്ട് ഹൈ ക്ലാസ് ഡിവോട്ടിയാണ്. ഹൈ ക്ലാസ് ഡിവോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നാമത്തിൽ എത്ര രുചിയുണ്ടോ അതാണ് മാനദണ്ഡം. ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഭഗവാന്റെ നാമത്തിനോടും ആർക്കാണോ രുചി കൂടുതൽ കാണിക്കുന്നത് ആ വ്യക്തിയെയാണ് ഉത്തമ ഭക്തൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവണം? സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം. ഈ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് എങ്ങനെയാണ്? അതിനെ 3 തരത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റേജുകളുണ്ട്. ഒന്ന് സംബന്ധജ്ഞാന, മറ്റൊന്ന് ആതിഥേയജ്ഞാന, മൂന്നാമത്തത് പ്രയോജനം. അപ്പൊ ഈ സംബന്ധജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ സംബന്ധജ്ഞാനം. ഇനി അടുത്തത് അവിദ്യയ എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ എനിക്കും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ, അതായത് ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം. പിന്നെ അടുത്തത് പറയുന്നു എങ്ങനെയാണ് ഞാനും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അടുത്തത് പ്രയോജനമാണ്. ഈ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വിത്ത് പാകുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, അത് പതുക്കെ വളർന്നു വരുന്നു. അത് വളർന്നു വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കതിൽ നിന്നും ഫലങ്ങൾ ലഭിക്കും. ഈ 3 അവസ്ഥയാണ്. ആദ്യം നമ്മൾ വെക്കുന്നത് ഒരു വിത്താണ്,
അത് സംബന്ധമാണ്. ആഭിദ്യം നമ്മൾ അതിന് വെള്ളം കൊടുത്തുകൊണ്ട് പ്രയോജനം അൾട്ടിമേറ്റ് എന്താണ് ആ ഫലമാണ്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ അവസ്ഥ, അതായത് എന്താണ് സംബന്ധജ്ഞാനം, എന്താണ് അവിദ്യജ്ഞാനം, എന്താണ് പ്രയോജനജ്ഞാനം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് റിവീലാകും നാമജപത്തിലൂടെ എന്ന് ശാസ്ത്രം പറയും. ഭാനുസ്വാമി മഹാരാജ് അദ്ദേഹം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വന്നു നിൽക്കുന്നു. അദ്ദേഹം പ്യൂർ ഭക്തി, അതായത് ഉത്തമ ഭക്തിയെ കുറിച്ച് മാത്രം എവിടെ പോയി കഴിഞ്ഞാലും, ഭാഗവതത്തിന്റെ ഏത് പോർഷനിൽ പോയി കഴിഞ്ഞാലും മഹാരാജ് അവസാനം വന്നു നിൽക്കുന്നത് ഉത്തമ ഭക്തി, അത് മാത്രം. അപ്പൊ ഈവൻ ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട്, അതായത് ഇനീഷിയേഷൻ ദീക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഉത്തമ ഭക്തനായിട്ട്, അത് വളരെ റയറായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും സാധിക്കുമെന്നല്ല പറയും. എങ്ങനെയത് സാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഭഗവാന്റെ തിരുനാമത്തില് അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഒരു വ്യക്തി നാമം ജപിക്കുന്നത്, അതായത് നാമജപം പെർഫെക്റ്റ് ആണെങ്കിൽ, ഈവൻ ദോ അദ്ദേഹം ഒരു സമ്പ്രദായത്തിലും കണക്ട് ആയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് മോക്ഷം സിദ്ധിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ചെല്ലും. അപ്പൊ ചോദിച്ചേക്കാം, എന്തിനാണ് അപ്പൊ നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും ദീക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനും അതേമാതിരി നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് ആളുകൾ, ഗൈഡുകൾ. മറ്റേത് ഗൈഡ് ഇല്ലാത്തൊരവസ്ഥ, എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാല് താഴെ വീണു പോകും. നേരെ മറിച്ച് ഒരു ദീക്ഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യാനും, അതുമാത്രമല്ല അദ്ദേഹത്തിന് ഇനി വിഗ്രഹാരാധനയിൽ ചെന്നുചേരാനും, അതായത് നമ്മളെല്ലാവരും പറയും സെക്കൻഡ് ഇനീഷിയേഷൻ വേണം, എന്ത് ചെയ്യണമെങ്കിൽ പൂജ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളുമായി ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഇനീഷിയേഷൻ നിർബന്ധമാണ്. നാമജപം ചൊല്ലുന്നതിന് ഇനീഷിയേഷൻ നിർബന്ധമല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൃഷ്ണ പ്രേമ കൂടെ ലഭിച്ചിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇതൊക്കെ റയർ കേസുകളാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂരമ്മ, വില്ലുമംഗലം ഠാക്കൂർ, വില്ലുമംഗലം ഠാക്കൂർ ഉണ്ട്, ക്രൂരമ്മയുണ്ട്, പൂന്താനമുണ്ട്. ഇവരൊന്നും ഒരു സമ്പ്രദായത്തിലും ഇല്ലാത്തവരാണ്. പക്ഷെ അവർക്കൊക്കെ ഭഗവത് സാക്ഷാത്കാരം ലഭിച്ചു. കാരണം എന്താണ്? അവരുടെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. അതൊക്കെ വളരെ റയറായിട്ട്. പക്ഷേ നമ്മളെപ്പോഴും എങ്ങനെയാണോ ഒരു ട്രെയിൻ അതിന്റെ ബോഗികൾ പരസ്പരം കണക്ട് ചെയ്തിട്ട് ആ എഞ്ചിനുമായിട്ട് കണക്ഷൻ ലഭിക്കുന്നത്, അപ്പൊ എഞ്ചിൻ നമ്മളെന്നെ വലിച്ചു പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതേമാതിരി നമ്മളൊരു പരമ്പരയിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ പരമ്പര നമ്മൾ തന്നെ ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്ക് പതുക്കെ പതുക്കെ എലിവേറ്റ് കൊണ്ടുപോകും. അപ്പോ നിർബന്ധമായിട്ടും നമ്മൾ ഇനീഷ്യേഷൻ സ്വീകരിച്ചാൽ വളരെ നല്ലതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോ നാമജപത്തെ കുറിച്ച് പറയാം. എല്ലാവർക്കും അറിയാം, അതിന് ഒരു ഏകദേശം 9 സ്റ്റേജ് ഉണ്ട് നാമജപം. രൂപ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഭക്തിരസാമൃത സിന്ധുവില് വളരെ വ്യക്തമായിട്ട് നെക്സ്റ്റ് ഓഫ് ഡിവോഷൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സാധോ ശ്രദ്ധ തതോ സാധു സങ്കോദ വചനക്രിയ തതോ അനർത്ഥ നിർവൃത്യ തതോ നിഷ്ഠാരുതി സദാ അതാസക്തി തതോ ഭാവന സദാ പ്രേമാവിധി സാധകാന്നം പ്രേമ സാധുർഭാവി.
അതായത് ഈ 9 സ്റ്റേജുകൾ. ഈ 9 സ്റ്റേജുകള് നമ്മള് പതുക്കെ 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ്. ആദ്യമായിട്ട് ഈ സ്റ്റേജിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയാണ്. ആദോ ശ്രദ്ധ തതോ സാധുസംഗം. സാധുസംഗം, ഭജനക്രിയ, ഇങ്ങനെ ഓരോരോ പടിയായിട്ട് നമ്മൾ കയറിയ 9 പടി. അവസാനത്തെ പടിയാണ്. അപ്പൊ ഈ പ്രേമയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. തീർച്ചയായിട്ടും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. എന്താ പറയുന്നത്, എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു എന്താണ് ഒരു ഷെയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴെ വരും. പക്ഷേ അടുത്ത പ്രാവശ്യം എവിടെ നിന്നാണോ താഴെ വന്നത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. അതിനുദാഹരണമാണ് ഭരത് മഹാരാജ്. അദ്ദേഹം ബാബാ ലെവലിലായിരുന്നു, പ്രേമയുടെ തൊട്ട് താഴെ. പക്ഷെ ആ ബാബാ ലെവലിലിരുന്ന ഭരത് മഹാരാജ് അദ്ദേഹം താഴെ പോയി. പക്ഷെ അദ്ദേഹത്തിന് അടുത്ത ജന്മം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനിതല്ല, ഞാന് ഒരു സ്പെഷ്യൽ ലെവലിലായിരുന്നു. എനിക്ക് ഈ ഭൗതിക ലോകമായിട്ടൊരു കണക്ഷനുമില്ല. ഞാൻ എലൂഫാണ്, ഞാനിതിൽ നിന്നും മുക്തനാണ്. ഈ ഭൗതിക ലോകവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും വേണം. അങ്ങനെയാണ് അദ്ദേഹം ജഡഭരതൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട്, അതുകൊണ്ടാണ് ശാസ്ത്രം, നമ്മള് ശാസ്ത്ര ചക്ഷു ആയിത്തീരണമെന്ന്. ശാസ്ത്രത്തിലൂടെ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം, ഈ ശാസ്ത്രങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ പോയിട്ട് ഇപ്പോ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും അതേമാതിരി ചൈതന്യ ചരിതാമൃതത്തിലും ഇതെല്ലാം കണ്ടൻസ്ഡ് രൂപത്തിലാണ്. വേറെ എവിടേക്കും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മാത്രം മതി. അപ്പോ നമ്മള് ഭഗവാന്റെ ഡയറക്റ്റ് സേവയിലാണ്. നാമം ചൊല്ലുമ്പോൾ നമ്മൾ ഭഗവാന്റെ ഡയറക്റ്റ് സേവയിലാണ് ഏർപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ നാമം, ഭഗവാന്റെ ലീല, ഇതൊന്നും വ്യത്യസ്ത. ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ ഇതെല്ലാം അവിടെ. അപ്പൊ നമ്മളിങ്ങനെ ചൈതന്യ ചരിതാമൃതം ഒക്കെ പറയുന്നത് ഒരു PhD സ്റ്റഡീസാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കുന്നുണ്ട് അല്ലെ? ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് ഒന്നുകൂടി റിലേഷബിൾ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചൈതന്യ ചരിതാമൃതം, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം വായിച്ചിട്ട് ചൈതന്യ ചരിതാമൃതം വായിക്കും. അപ്പൊ വീണ്ടും നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാം. ഇത് രണ്ടും ഇന്റർകണക്ട്, വളരെയധികം ഇന്റർകണക്റ്റഡ് ആണ് ഈ ചൈതന്യ ചരിതാമൃതം. ശ്രീമദ് ഭാഗവതം വായിച്ചിട്ട് ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോഴും ഒരുപാട് ചൈതന്യ മഹാപ്രഭു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഭക്തിയെ, ഇവിടെ അദ്ദേഹത്തിന്റെ 5 ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത് ഈ അധ്യായത്തിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ തിരുനാമത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു ഇത്രയും അറിവുള്ള വ്യക്തിയാണ്. ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത്? മൂഢനാണ്. എന്റെ ഗുരുനാഥൻ എന്നോട് വേദാന്തം പഠിക്കേണ്ട. ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു,
रसूल नहीं है। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ഭഗവാന്റെ തിരുനാമം മാത്രം ചൊല്ലിയാൽ മതി, വേറെ വേദാന്തം. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം പണ്ഡിത ശ്രേഷ്ഠനായി. അദ്ദേഹം ഭഗവാൻ സ്വയമാണ്. നിമായി പണ്ഡിത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പാണ്ഡിത്യത്തിൽ ഒട്ടും പുറകായിരുന്നില്ല. അദ്ദേഹത്തിന് വേദാന്തം ഒന്നുമായിരുന്നില്ല. എല്ലാം അദ്ദേഹത്തിന് അറിയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ വാക്കുകൾ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കുന്ന ശീലഗോപാലത്തിന്റെ ലെക്ചറിൽ പറയുന്നുണ്ട്. ഈ വേഴ്സിനെ കുറിച്ച് ലെക്ചർ ഉണ്ട്. ഈ ലെക്ചറിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുനാഥൻ പറഞ്ഞത് അതേമാതിരി ഫോളോ ചെയ്യുന്ന എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ഭാവം. ആ ശിഷ്യൻ അത് ചെയ്തു കഴിഞ്ഞാൽ അവന് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാകും. ഭഗവാൻ ഗുരുനാഥൻ പറയണതില് സംശയാലു ആയി കഴിഞ്ഞാല് അത് അവന് പിന്നെ അതിനോട്, അതായത് ആ കണക്ഷൻ സ്ട്രോങ് ആയിട്ടില്ല. ആ കണക്ഷൻ സ്ട്രോങ് ആവണമെങ്കിൽ എന്താണോ ഗുരുനാഥൻ പറഞ്ഞത് അത് അതേമാണ്. നമുക്ക് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടും നമ്മുടെ ലൈഫിൽ. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ നമ്മുടെ വിൽസ് ആൻഡ് ഫാന്റസി ഒരിക്കലും നമ്മൾ ഭക്തിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ ഈ ഒരു ലോകത്തിനും തന്നെ എനിക്ക് സമയം എടുത്ത് ക്ഷമിക്കണം. എനിക്ക് ഒരുപാട് അറിവില്ല. ഈ അറിവ് വെച്ചിട്ടാണ് പറഞ്ഞത്. കൃഷ്ണമന്ത്ര ഹൈതേഹത്തെ സംസാരമോ കൃഷ്ണനാമ ഹൈതേഹത്തെ. അപ്പൊ നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ലഭിച്ചേരാൻ വേണ്ടിയിട്ട് വേറെ ഒരു മാർഗവും ഇല്ല. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഇത് മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ കയ്യിൽ ഇത് മാത്രം മതി. അതായത് ഈ മഹാമന്ത്രം മാത്രം മതി ഭഗവാന്റെ പാതാരബിന്ദുകളിൽ എത്തിച്ചേരാൻ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി. വളരെ നല്ല ക്ലാസ്. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. പ്രഭു അതിന് നമുക്ക് ആൻസർ ചെയ്യും. ദയവായി ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഇത് രണ്ട് കാര്യങ്ങൾ. ഒന്നെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല. എന്താണ് നമ്മളത്? ഭക്തന്മാരാണ് കേട്ടോ. ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, ഗുരുക്കളുടെ അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതുല്യ ദാമോദർ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാം പ്രഭു. എന്തെങ്കിലും ഒന്ന് കൂട്ടി പറയണം പ്രഭു. നമ്മളെ കൊണ്ട് ഇത്രേ അറിയുള്ളൂ. എന്തെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കൂട്ടി പറഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ പ്രഭുജി കൂട്ടി പറയാനൊന്നുമില്ല പ്രഭുജി. പ്രഭുജി വളരെ ക്ലിയർ ആയിട്ട് സംശയമില്ലാത്ത രീതിയിൽ തന്നെ നാമപ്രഭുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഭാഗവതവും ഒക്കെ കോട്ട് ചെയ്ത് പ്രഭു പറഞ്ഞില്ലേ? അതുകൊണ്ടായിരിക്കും ആരും ഒന്നും സംശയം ചോദിക്കാത്തത്. ഇറ്റ്സ് ക്ലിയർ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ പ്രഭുനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തട്ടെ പ്രഭു ഞാൻ, പ്ലീസ്? തീർച്ചയായിട്ടും. താങ്ക് യു പ്രഭു. വളരെ നന്ദി. പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട പ്രഭു, ഹിസ് ഗ്രേസ് അരിസൂദൻ പ്രഭു വളരെ സീനിയർ വൈഷ്ണവനാണ്. കൃഷ്ണകൃപയാൽ
അദ്ദേഹം ഹിസ് ഓൺലെസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമഹാരാജിന്റെ മുതിർന്ന സീനിയർ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഫോർച്ചുനേറ്റ്ലി പ്രഭുവിന്റെ അസോസിയേഷൻ എടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. പ്രഭു കുറച്ചു കാലം തിരുവനന്തപുരത്തിൽ പാറശാല ക്ഷേത്രത്തിൽ സേവനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ മഹാരാജിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കുറച്ച് സർവീസ് ചെയ്യാനുള്ള ഭാഗ്യം പ്രഭുവിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന ശിഷ്യരിൽ ഒരാളായ പ്രിയപ്പെട്ട അരിശുദ്ധൻ പ്രഭുവിന്റെ അസോസിയേഷൻ ഭഗവാന്റെ കൃപയിൽ തുടക്കകാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രഭു ഇന്ന് ഗൃഹസ്ഥാശ്രമയാണ്. അദ്ദേഹം ശരിക്കും ഇസ്കോൺ ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ നല്ല സേവനങ്ങൾ ചെയ്തു വരുന്നു. പോരാഞ്ഞിട്ട് പ്രഭു വളരെ നല്ലൊരു സർവീസും ചെയ്യുന്നുണ്ട്. പ്രഭു കാറ്ററിംഗ് സർവീസാണ് ജീവിത ഉപാധിയായിട്ട് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾക്ക് പ്രസാദം കൊടുക്കുവാനുള്ള ഭാഗ്യം പ്രഭുവിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ യാത്ര പോകുമ്പോൾ ട്രെയിനിലുള്ള പ്രസാദം ഒരു വലിയൊരു വിഷയമാണ്. എന്നാൽ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെയുള്ള ഭക്തന്മാർക്കൊക്കെ പ്രസാദം എത്തിക്കാനുള്ള ഒരു നല്ലൊരു സന്മനസ് പ്രഭു കാണിച്ച് ഒരുപാട് ഭക്തന്മാരെ സർവീസിൽ ഏർപ്പെടുന്നുണ്ട്. പോരാഞ്ഞിട്ട് പ്രഭുവിന്റെ ക്ലാസ് നമ്മളിപ്പോൾ കേട്ടപ്പോൾ അറിയാം, അഗാധമായ ജ്ഞാനം ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃതത്തിലും പ്രഭുവിനുണ്ട്. വളരെ സീനിയർ വൈഷ്ണവരായ പ്രിയപ്പെട്ട അരിശുദ്ധൻ പ്രഭുവിന്റെ മനോഹരമായ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം ഇനിയും നമുക്ക് കിട്ടട്ടെ. ഹൃദയപൂർവ്വം പ്രഭു ദയവായി ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം ബെഗ് ചെയ്യുന്നു. ദയവായി പ്രഭു ഇതേപോലെ ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നാലും പ്രഭു പ്ലീസ്. ഹരേ കൃഷ്ണ. കൃഷ്ണ വെല്ലി. താങ്ക് യു വെരി മച്ച് പ്രഭു. താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ദാസനാണ്. നിങ്ങള് എന്നോട് കൽപ്പിക്കുന്നത് പോലെ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് കഴിയുന്നത് മാതിരി ശ്രീമദ് ഭാഗവതത്തെയും അതേമാതിരി ചൈതന്യ ചരിതാമൃതത്തെയും സേവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം പ്രഭുജി. ദണ്ഡവത് പ്രണാം. താങ്ക് യു വെരി ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. വളരെ വളരെ നന്ദി. ദണ്ഡവത് പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. മച്ച്. ദണ്ഡവത്. ഹരേ കൃഷ്ണ.